ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് സി കേശവനെ കുറിച്ച് പറയുകയാണ്. സി കേശവൻ എന്ന് പറയുമ്പോൾ ഏതു പേരിലറിയപ്പെടുന്നു? സി കേശവൻ ഒരു പേരിലറിയപ്പെടുന്നുണ്ട്. അതായത് ദുഷ്യന്തൻ കേശവൻ എന്നറിയപ്പെടുന്നു. സി കേശവൻ ഈസ് നോൺ ആസ് ദുഷ്യന്തൻ കേശവൻ എന്നറിയപ്പെടുന്ന ആരാണ്? സി കേശവനാണ്. അതുപോലെ തന്നെ സി കേശവൻ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവെന്ന് KC മാമൻ മാപ്പിള ആരെ വിശേഷിപ്പിക്കുകയുണ്ടായി? സി കേശവനെ വിശേഷിപ്പിക്കുകയുണ്ടായി. തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവെന്ന് KC മാമൻ മാപ്പിള വിശേഷിപ്പിച്ചത് ആരെയാണ്? സി കേശവനെയാണ് കേട്ടോ. KC മാമൻ മാപ്പിള കോൾഡ് സി കേശവൻ ആസ് അൺക്രോൺഡ് കിങ് ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവെന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ പറയുകയാണെങ്കിൽ സി കേശവന്റെ ആത്മകഥ ഏതാണ്? സി കേശവന്റെ ആത്മകഥയുണ്ട്. ഏതാണ് ആത്മകഥ? സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം. ഓട്ടോബയോഗ്രഫി ഓഫ് സി കേശവൻ. ആൻസർ ജീവിത സമരം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 1932 നടന്ന നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് സി കേശവൻ വാസ് ദ ലീഡർ ഓഫ് നിവർത്തന അജിറ്റേഷൻ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരായിരുന്നു? സി കേശവനായിരുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ സി കേശവനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1933 ചേർത്തല പ്രസംഗം നടത്തിയത് ആരായിരുന്നു? സി കേശവൻ. ഹിസ് ഫേമസ് ചേർത്തല സ്പീച്ച് ഓൺ 1933 1933 ചേർത്തല പ്രസംഗം ആരുടെ ആയിരുന്നു? സി കേശവന്റെ ആയിരുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ 1935 മെയ് 11 പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തി. 1935 മെയ് 11 പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം ആര് നടത്തുകയുണ്ടായി? സി കേശവൻ നടത്തുകയുണ്ടായി. ഹിസ് ഫേമസ് കോഴഞ്ചേരി സ്പീച്ച് 1935 മെയ് 11 1935 മെയ് 11 പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം ആര് നടത്തുകയുണ്ടായി? സി കേശവൻ നടത്തുകയുണ്ടായി. അതുപോലെ പറയുകയാണെങ്കിൽ സി കേശവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ പാലിയം സത്യാഗ്രഹം 1947 പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ആരാണ്? സി കേശവനാണ് കേട്ടോ. പാലിയം സത്യാഗ്രഹ വാസ് ഇനാഗുറേറ്റഡ് ബൈ സി കേശവൻ ഓൺ 1947. 1947 പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സി കേശവനായിരുന്നു. അതുപോലെ സി കേശവന്റെ സ്മാരകം എവിടെയാണ്? മയ്യനാട്. സി കേശവൻ മെമ്മോറിയൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? സി കേശവൻ മെമ്മോറിയൽ ലൊക്കേറ്റഡ് അറ്റ് മയ്യനാട്, കൊല്ലം. മയ്യനാട് എന്ന സ്ഥലം കൊല്ലം ജില്ലയിലാണ്. ഇനി നമ്മൾ പറയുന്നത് ബാരിസ്റ്റർ GP പിള്ളയെ കുറിച്ചാണ്. ബാരിസ്റ്റർ GP പിള്ള എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിരുവിതാംകൂറിലെ ആദ്യത്തെ കോൺഗ്രസ്സുകാരൻ ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഫസ്റ്റ് കോൺഗ്രസ്മാൻ ഫ്രം ട്രാവൻകൂർ. ആൻസർ എന്താണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഫസ്റ്റ് മലയാളി മെമ്പർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആൻസർ എന്താണ്? ആൻസർ ബാരിസ്റ്റർ GP പിള്ളയാണ്. അതുപോലെ മലയാളി മെമ്മോറിയലിന്റെ നേതാവ് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള വാസ് ദ ലീഡർ ഓഫ് മലയാളി മെമ്മോറിയൽ ഓൺ 1891. അതുപോലെ പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നു. ബാരിസ്റ്റർ GP പിള്ള ഈസ് നോൺ ആസ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ട്രാവൻകൂർ.
അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. തിരുവിതാംകൂറിൽ ഭാഷ ദീപിപ്പിള്ളയെ കുറിച്ച് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി. ആൻസർ ബാരിസ്റ്റർ GP പിള്ള. He was the only Malayali who mentioned the autobiography of ഗാന്ധിജി. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി. ആൻസർ ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ള was the only Malayali who mentioned the autobiography of ഗാന്ധിജി. ഇനി നമ്മൾ പറയുന്നത് C കേശവനെ കുറിച്ചും അതുപോലെ തന്നെ ബാരിസ്റ്റർ GP പിള്ളയെ കുറിച്ചും പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് K കേളപ്പനെ കുറിച്ചാണ്. K കേളപ്പൻ എന്ന് പറയുന്നത് നമുക്കറിയാം. K കേളപ്പൻ ഒരു പേരറിയപ്പെടുന്നുണ്ട്. K കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. K കേളപ്പൻ ഈസ് നോൺ ആസ് കേരള ഗാന്ധി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ നേതാവാരായിരുന്നു? K കേളപ്പനായിരുന്നു. K കേളപ്പൻ വാസ് ദ ലീഡർ ഓഫ് സാൾട്ട് സത്യാഗ്രഹ ഓഫ് കേരള. സാൾട്ട് സത്യാഗ്രഹ ഓഫ് കേരള. അപ്പോൾ നമ്മൾ K കേളപ്പനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി, അന്നേരം പെട്ടെന്ന് കണ്ടുപോയി കേട്ടോ. അതുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ കുറേശ്ശെ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ദീപൻ ലോ അക്കാഡമിയിലുള്ള സ്റ്റുഡൻസിന് കേൾക്കാനോ പഠിക്കാനോ ഒക്കെ പ്രയാസമായിട്ട് വരും. അതുകൊണ്ട് കുറേശ്ശെ ക്വസ്റ്റ്യൻസാണ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം നിർത്തുവാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.